എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. കുറെ കാലമായിട്ട് റൂബിയുടെ ഭർത്താവിനെ കാണാനില്ല. പോലീസ് സംശയത്തോടെ വീട്ടിൽ വന്ന് ചോദ്യം ചെയ്തു. അതിനുശേഷം ഈ കാശിന്റെ ആവശ്യങ്ങൾ. എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, എന്തൊക്കെയോ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻകം റെഫറൻസിന് ഹെഡ് ഓഫീസിൽ നിന്ന് ലെറ്റർ വന്നിട്ടുണ്ട്. അത് ഞാൻ സൈൻ ചെയ്ത് അയച്ചാൽ ലോൺ സാങ്ഷൻ ആവും. എന്താ വേണ്ടത്? സാറിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. എന്തായാലും ഈ ലോൺ തിരിച്ചടയ്ക്കാൻ അയാൾക്ക് കഴിയില്ല. റൂബിക്ക് ഇതിൽ ഒരു ബാധ്യതയുമില്ല. ഈ ലോൺ മരണത്തിലേക്കുള്ളൊരു നടന്നുകയറ്റോ ആത്മഹത്യയിലേക്കുള്ളൊരു പോക്ക്. എന്തായി സ്റ്റീഫ? റൂബി ഇവിടുന്ന് പുറപ്പെട്ടു ബൈ റോഡ്, ഉറപ്പല്ലേ? അതെ, ഇവിടുന്ന് ഒരു 12-14 മണിക്കൂർ യാത്രയുണ്ടാവും. ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു സ്റ്റീഫ. അവൾ അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ മുതൽ നമ്മുടെ ആൾക്കാരുണ്ടാവും. നീ അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ ബൈ, ഞാൻ എത്തിക്കോളാം. കൊല്ലാനാണെങ്കിൽ കൊല്ലാൻ, അതല്ല പിടിച്ചു കെട്ടി കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെ. നോക്കാം, വരട്ടെ. തന്തയില്ലാത്തവള്. സർ, ഇൻകം സർട്ടിഫിക്കറ്റും മറ്റു ഡീറ്റെയിൽസും ഇതിലുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ ലോണിനുള്ള പേപ്പേഴ്സും ഇതിലുണ്ട്. സാർ ഇതിലൊന്ന് സൈൻ ചെയ്താൽ മതി. പ്രകാശ്, ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നയാളാണ്. തൽക്കാലം ഈ ഫയലുകൾ ഞാൻ പ്രൊസീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതെന്താ സർ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം? എനിക്ക് ചില സംശയങ്ങളുണ്ട്. അത് ക്ലിയർ ആവട്ടെ, എന്നിട്ട് ആലോചിക്കാം. സാറിനെ രക്ഷിക്കണം. തീർച്ചയായും പ്രകാശിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്റെ ഈ തീരുമാനം. സർ, സുജാത വന്ന് എന്തെങ്കിലും പറഞ്ഞാണെങ്കിൽ അത് വിശ്വസിക്കരുത് സർ. വിശ്വസിക്കുന്നില്ല, ഞാൻ പ്രകാശിനെ വിശ്വസിക്കാം. ഈ ലോൺ എടുക്കുന്നത് പ്രോപ്പർട്ടി വാങ്ങാനാണെന്നല്ലേ പ്രകാശൻ പറഞ്ഞത്? അതെ സർ. പ്രകാശൻ ഒരു കാര്യം ചെയ്യും, വാങ്ങിക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ ആധാരത്തിന്റെ ഒരു കോപ്പി കൊണ്ടുവരൂ. അതും കൂടി അറ്റാച്ച് ചെയ്ത് നമുക്ക് ഫയല് പ്രൊസീഡ് ചെയ്യാം. സർ, പ്രോപ്പർട്ടി ഒന്നും കണ്ടുവച്ചിട്ടില്ല. കണ്ടുവെക്കേ, എന്നിട്ട് എന്നെ അറിയിക്കേ. അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെന്റ് ആക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. അതിനുശേഷം ആധാരവും മുന്നാധാരവും ഒറിജിനൽ സഹിതം കൊണ്ടുവരൂ. ലോൺ സാങ്ഷൻ ആക്കി തരാം. സർ, അതിനൊക്കെ സമയമെടുക്കില്ലേ? എത്രയും പെട്ടെന്നാക്കിയാൽ അത്രയും നല്ലത്. സർ, നോ മോർ ആർഗ്യുമെന്റ്സ്. യു ക്യാൻ ഗോ നൗ. ശരി സർ. അമ്മയോട് ദേഷ്യമുണ്ടോ മോന്? ഏയ് ഇല്ല. അമ്മ വഴക്ക് പറഞ്ഞില്ലേ മോനെ? തല്ലിയില്ലേ? അതിനെന്താ, ചോദിക്കാതെ ഞാൻ പോയതുകൊണ്ടല്ലേ. അല്ല, അച്ഛൻ്റെ അടുത്ത് പോകുന്നതിന് അമ്മയോട് ചോദിക്കണോ എന്നൊന്നുമില്ല. പക്ഷേ അത് അമ്മയ്ക്ക് വേണ്ടി ആവരുത്. സ്വന്തം അച്ഛനാണെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് വിളിച്ചു പറയാനുള്ള കരുത്തുണ്ടാക്കിയെടുക്കണം. അച്ഛനായാലും അമ്മയായാലും ഇനി ആര് തന്നെ ആയാലും തെറ്റ് ചെയ്താൽ അതിന് കൂട്ടു നിൽക്കരുത്. ജീവിതത്തിൽ എന്നും സത്യസന്ധത കാത്തു സൂക്ഷിക്കണം. നിന്റെ തലമുറയ്ക്ക് വഴികാട്ടിയാവണം നീ. മറ്റുള്ളവർ നിന്നെ കണ്ടു പഠിക്കണം. എനിക്ക് അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. അമ്മ പോലും അമ്മയെക്കുറിച്ച് ചിന്തിക്കാറില്ല. കണ്ണീര് പറ്റിയതോടെ മരവിപ്പായി മനസ്സിന്. ഇനി ജീവിതം ബാക്കി വെച്ചിരിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാ. അച്ഛനെ ഉപേക്ഷിച്ചു പോയിന്ന് കരുതി വിഷമിക്കരുത്. വാശിയോടെ പഠിക്കണം. അച്ഛനേക്കാൾ ഉയർന്ന നിലയിലെത്തണം. മകന്റെ പേരിൽ അച്ഛന് അഭിമാനം കൊള്ളേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം. മോൻ അതിന് കഴിയും. അമ്മ കൂടെ ഉണ്ടാവും എപ്പോഴും. ആ, ഞാൻ 11 മണിക്കാണ് എത്തണ്ട റീനെ. ഓ, ടാക്സി പറഞ്ഞിട്ടുണ്ട്. ആ, വന്ന് സൈൻ ചെയ്താൽ മതിയല്ലോ. റീനെ, ഒരു മിനിറ്റ്. കമീൻ. താങ്ക് യു. മോനെ, ഞാനൊരു ടാക്സിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ട് മേഡം, ഉടനെ വരും. ഓക്കെ. ആ റീനെ, ഞാനൊരു 15 മിനിറ്റിനുള്ളിൽ പുറപ്പെടും. കെമ്പഗൌഡ റോഡ് വഴി വന്നാൽ പോരെ? ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ. 10:45 ആകുമ്പോഴേക്കും ഞാനവിടെ എത്തും. ഓക്കെ, ശരി. എപ്പോഴാ? ഒരു 5-10 മിനിറ്റ്. ജെ ട്രാവൽസ് എന്നല്ലേ വണ്ടി? അതെ, ഡ്രൈവറോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നീ വിട്ടോ. ഞാനൊരു ഫാമിലി ഫ്രണ്ട് എന്ന നിലയിലല്ല ചോദിക്കുന്നത്, തികച്ചും നിയമപ്രകാരമായിട്ട്. ലോ ആൻഡ് ഓർഡർ അതനുസരിക്കണ്ടേ പ്രകാശ? ഞാനതിന് നിയമം തെറ്റിച്ചിട്ടില്ലല്ലോ ആൻസി.
പിന്നത് ലോ ആൻഡ് ഓർഡർ. നിയമവും നിയമവാഴ്ചയും തീരുമാനിച്ചാൽ എന്നുവെച്ചാ കരുതി കൂട്ടി ടാർഗറ്റ് ചെയ്താൽ സംശയാസ്പദമായ കാര്യത്തിന് പോലും പിടിക്കപ്പെടാം, ജയിലിലാവാം, റിമാൻഡ് ചെയ്യാം. കുറ്റവാളിയാണെന്ന് ഉറപ്പായാൽ ശിക്ഷാവിധി നേരിടേണ്ടി വരും. ഇതൊക്കെ ഇപ്പൊ എന്നോട് പറയുന്നത് എന്തിനാ? കാര്യമുണ്ട്. കോടതിയിൽ അടുത്ത ദിവസം കൗൺസിലിംഗ് ആണ്. 2 പേരോടും, അതായത് പ്രകാശിനോടും സുജാതയോടും ഉപദേശിക്കാൻ ഒരാളുണ്ടാവും. അറിവും വിവരവും ഉണ്ടെന്ന് സ്വയം വ്യാഖ്യാനിക്കുന്ന ഒരാൾ. ആ ഉപദേശത്തിൽ വീണു പോകുമോ സുജാതയും പ്രകാശനും? സുജാതയുടെ കാര്യം എനിക്കറിയില്ല. ഞാൻ എന്തായാലും പിന്മാറില്ല. പ്രായമായ മക്കളില്ലേ, അവരുടെ ഭാവി എന്താവോ എന്ന് ചോദിച്ച പ്രായമായ മക്കളല്ലേ, അവരവരുടെ കാര്യം നോക്കട്ടെ. അച്ഛനെന്ന നിലയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുമെന്ന് പറയും. എന്താണ് വിവാഹബന്ധം ഒഴിവാക്കാൻ കാരണമെന്ന് ചോദിച്ച പരസ്പരം ഒത്തുപോകാൻ കഴിയില്ലെന്ന് പറയും. അതെന്താ കാര്യം? 2 വ്യക്തികളല്ലേ, 2 പേർക്കും ആശയങ്ങൾ കൊണ്ടും അഭിപ്രായങ്ങൾ കൊണ്ടും യോജിക്കാതിരുന്നാല് പിരിയുന്നല്ലേ നല്ലത്. മനസ്സുകൊണ്ടല്ലേ? മനസ്സുകൊണ്ട് ഇഷ്ടമല്ലല്ലേ ശരീരം വഴങ്ങും. അതാണ്, ആ പോയിന്റിലാണ് പ്രകാശൻ പിടിക്കേണ്ടത്. കോടതിയിൽ പറയേണ്ടതും അതാണ്. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത ഭാര്യ. അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. പറയണം, അങ്ങനെ പൂർണ്ണമായിട്ടും പറയണം. ഇനി ഒരു പ്രധാന കാര്യം കൂടി. എന്താ? സുജാതയ്ക്ക് ഇമ്മോറൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെന്ന് കൂടി പറയാൻ പറ്റുമോ? എന്റെ അറിവിൽ മോശപ്പെട്ട ഒരു സ്വഭാവം സൂചിക്കില്ല. ഉണ്ടോന്ന് പറയാൻ പറ്റുമെന്നാണ് ചോദ്യം. മനസാക്ഷിക്ക് നിരക്കാത്തൊരു കാര്യം എങ്ങനെ പറയും? ഭാര്യ ഉള്ളപ്പോ റൂബിയുടെ കൂടെ പോയി കിടന്നത് മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യമായിരുന്നോ? അത് സംഭവിച്ചു പോയതല്ലേ. സുജാതയെക്കാളും എന്റെ മനസ്സിലിണങ്ങിയത് റൂബിയായിരുന്നു. മനസാക്ഷിക്ക് നിരക്കുന്നോ ഇല്ലയോ, അതാണ് ചോദ്യം. ഇങ്ങനെ ചോദ്യം ചോദിച്ച് വിഷമിപ്പിക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ഫ്രണ്ടായിട്ടല്ല വക്കീലായിട്ടാണ് ചോദ്യങ്ങൾ. നാളെ ഇതെല്ലാം പ്രകാശൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാനിപ്പോ എന്താ വേണ്ടത്? പറഞ്ഞുതരാം. സുജാതയ്ക്ക് റെഡ് FM-ൽ പോയി പ്രണയപൂർവ്വം സുജാതയായതിനു ശേഷം മറ്റു ചില ബന്ധങ്ങളുണ്ട്. ഇല്ല. ഉണ്ട്. ഉണ്ടെന്നേ പറയാവൂ. പ്രകാശന്റെ അടുത്ത് വരുമ്പോ ഒരു ഭാര്യ എന്ന കടമയൊന്നും ചെയ്യുന്നില്ല. ഈവൻ ബെഡ്റൂമിൽ പോലും. അങ്ങനൊക്കെ പറയാവോ? 2 മക്കളായില്ലേ? യാദൃശ്ചികം. അതും തികച്ചും യാദൃശ്ചികം. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും മനസ്സിൽ വെച്ച് സംസാരിച്ച ഡിവോഴ്സ് ഞാൻ വാങ്ങി തന്നിരിക്കും. അമ്മേ, മോളെന്തിനാ അമ്മയോട് ഇവിടെ വരാൻ പറഞ്ഞേ? അമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നൂടായിരുന്നു? അത് മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതമ്മേ. അമ്മ ഒരുപാട് അകന്നുപോയി. ഈ അകൽച്ചയ്ക്കിടയിൽ വീട്ടിൽ വന്നൊരു ശല്യം ഉണ്ടെന്ന് വിചാരിച്ചു. ഞാൻ എന്ത് പറഞ്ഞാലും അതെന്റെ അഹങ്കാരമായിട്ടേ മോള് കാണൂ. അതുകൊണ്ട് എനിക്കിനി പറയാനോ ഉപദേശിക്കാനോ ഒന്നുമില്ല. നീ വന്ന കാര്യം പറ. അമ്മ അച്ഛനും തമ്മിൽ പിരിയാൻ തീരുമാനിച്ചല്ലേ? തീരുമാനിച്ചു. ഇപ്പൊ എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത് അച്ഛനും അമ്മയും ഒരുമിച്ച് താമസിക്കുന്ന തറവാടാ. അത് നഷ്ടപ്പെട്ടു. ഇനിയിപ്പൊ എന്താ ആലോചിച്ചിട്ടെന്താ? ഇപ്പോഴും നീ വന്ന കാര്യം പറഞ്ഞില്ല. പറയാം. ഒരേ ഒരു കാര്യത്തിനാ. അമ്മ വീട്ടിലേക്ക് വരണം. എന്തിന്? നിനക്ക് തന്നെ അറിയില്ലേ അമ്മ എത്രയ്ക്ക് അനുഭവിച്ചു എന്ന്. ഇനിയൊരു മടക്കയാത്രയില്ല. ഒരിക്കലും ആ വീട്ടിലേക്ക് ഞാൻ വരില്ല. ഞാൻ പറയാൻ വന്നത് അച്ഛനെ കുറിച്ചാ. അച്ഛന് കാൽപാദങ്ങൾ തെറ്റുന്നുണ്ട്. ബാലൻസ് തെറ്റി വീഴാതെ നോക്കേണ്ടത് അപ്പുന്റെ അബിയുടെയും കടമയാ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനിക്കേണ്ടത് നിങ്ങളല്ലേ. ഞാനിപ്പോ അമ്മയെ കാണാൻ വന്നത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാന്ന് പറയാനാ. ജീവിക്കാം. അതിനുവേണ്ടി അമ്മ എല്ലാ വാശിയും വൈരാഗ്യവും കളയാം. പകരം ഒരാളെ, റൂബി എന്ന ഒറ്റ ഒരാളെ കളയാൻ പറ്റുമോ? പറ്റില്ല. റൂബിയന്നെ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമായി പോയില്ലേ? ഭാഗമാക്കിയെന്ന് പറയാ. അമ്മയെ പുറത്താക്കിയതും റൂബിക്ക് വേണ്ടിയാണല്ലോ. എനിക്ക് അമ്മേനോട് തർക്കിക്കാനൊന്നും വയ്യ. ഇപ്പോ അമ്മ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ അമ്മയെ ഉപേക്ഷിക്കും. അമ്മയുടെ സ്ഥാനത്തേക്ക് റൂബിയാൻറ്റി വരികയും ചെയ്യും. വണ്ടി ഇതാണ് വേണം. ഓക്കെ, താങ്ക് യു. കെമ്പഗൌഡ റോഡ്.
അച്ഛാ. മോക്ക് അച്ഛനോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ഇല്ല അച്ഛാ, അച്ഛനാണ് ശരിയെന്ന് എനിക്ക് തോന്നിയത്. 100% ശരിയാണോന്ന് അച്ഛന് പോലും സംശയമുണ്ട്. എന്നാലും മോളുടെ അമ്മയ്ക്കൊപ്പം താമസിക്കാൻ ഇനി അച്ഛന് കഴിയില്ല. അതെനിക്കറിയാം. അച്ഛൻ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. എനിക്കും പറ്റില്ല അച്ഛാ. അമ്മയുടെ കൂടെ താമസിച്ച എനിക്ക് പ്രാന്ത് പിടിക്കും. കിടന്നുറങ്ങുന്ന വരെ ചിട്ടയും ചടങ്ങുകളാ. അതൊക്കെ മാറും. അമ്മയുമായുള്ള ബന്ധം ഇന്ന് വേണ്ടെന്ന് തീരുമാനിക്കും. അത് കഴിഞ്ഞാൽ ഞാനും മോളും സ്വതന്ത്രരാണ്. അപ്പൊ അഭിയേട്ടൻ? അവനെക്കുറിച്ച് എനിക്ക് പ്രതീക്ഷയില്ലപ്പോ. അമ്മയുടെ കാഴ്ചവട്ടെ നമ്മൾ മാറില്ല. എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ട് അച്ഛാ. വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കുമെങ്കിലും അഭിയേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടാ. ഇതുവരെ അഭിയേട്ടനെ പിരിഞ്ഞിരുന്നിട്ടില്ല. ഏയ്, ഇതെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞത്? നമുക്ക് ബാനർജി റോഡ് വഴിയല്ലേ പോണ്ടത്? ഇതുവഴിയും പോവാം. വേണ്ട, നമുക്ക് മെയിൻ റോഡ് വഴി പോയാൽ മതി. അത് നീയാണോടി പുല്ലേ തീരുമാനിക്കുന്നത്? നീ നീ സജിത്തല്ലേ? അല്ല, നിന്റെ അച്ഛൻ, ആ തെണ്ടി തിരിഞ്ഞിറങ്ങ ശങ്കരൻ. നീ എങ്ങനെ രക്ഷപ്പെട്ടു? ബ്രഹ്മാവ് തരുന്ന ആയുസല്ലടി, അത് നിനക്കും പ്രകാശനം എടുക്കാൻ പറ്റുന്നതാണോ? പക്ഷേ ഇപ്പൊ മുതല് നിന്റെ ആയുസ് ഞാൻ തീരുമാനിക്കും. എന്തായി അവസ്ഥ? ഒന്നുമില്ല ബായ്, മണിക്കൂറുകളെടുക്കും ബോധം വരാൻ. മരിക്കരുത്, എനിക്ക് സംസാരിക്കണുള്ളോട്. ചാവത്തില്ല ബായി, ബോധം തെളിയും. അപ്പനാ എന്നെ ജോൺ എന്നും ജോണിക്കുട്ടി എന്നൊക്കെ വിളിച്ചേ. അമ്മയാ നീ ദൈവപുത്രനായ ആദമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ ഏഞ്ചലിന്റെ ആദം ജോണായി. ആരാ ഏഞ്ചൽ? മാലാക്ക. ആകാശത്ത് നിന്നും യഹോവയായ ദൈവം ആദത്തിന് വേണ്ടി ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട മാലാക്ക. സത്യമാണ് സുജയ്. അവൾക്ക് ചിറകുകളുണ്ടായിരുന്നു. ഞാൻ ആ ചിറകിൽ 1 വർഷക്കാലം പറന്നു നടന്നു. ഞങ്ങൾ വെള്ളത്തിന് മീതെ നടന്നു. തിരമലകൾ ഞങ്ങൾക്ക് വഴിമാറി തന്നു. അവൾ എന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി. അവളെ ഞാൻ എന്റെ വാരിയലിന്റെ ഭാഗമാക്കി, എന്റെ ഹൗവയാക്കി. സുജ കണ്ടിട്ടില്ലല്ലോ അവളെ? കാണാൻ ആള് ജീവനോടെ ഇല്ലല്ലോ. ആര് പറഞ്ഞു ആള് ജീവിച്ചിരിപ്പില്ലെന്ന്? വാ, കാണിച്ചു തരാം. വാ, ഇവിടെ ഈ മുറിയിൽ ജീവിച്ചിരിക്കുന്നു എന്റെ ഏഞ്ചൽ. ഇവിടെ ഈ മനസ്സിൽ ജീവനോടെ ഉണ്ട് എന്റെ ഏഞ്ചൽ. അവളെനിക്ക് ഒരുപാട് പ്രണയകവിതകൾ പാടിത്തന്നു. ഒരുപാട് നൊമ്പരങ്ങൾ സന്തോഷങ്ങളാക്കുന്ന പാട്ടുകൾ പാടിത്തന്നു. ടേപ്പ് റെക്കോർഡറും CD പ്ലെയറുകളൊക്കെ സജീവമായിരുന്ന കാലമായിരുന്നിട്ടും ഈ ഗ്രാമഫോണായിരുന്നു അവൾക്ക് ഇഷ്ടം. ജീവിത വഴികളിൽ നിന്നെ ഞാൻ അറിയാതെ വീണുലഞ്ഞു. ദുരിതങ്ങളിൽ കഥനങ്ങളിൽ നീ അരികിലെത്തി. നന്നായിട്ട് പാടിയിരിക്കുന്നു. അതെ, പാട്ടും കവിതകളും മാത്രമല്ല, വരയ്ക്കാനും എഴുതാനും ഒക്കെ എന്റെ നെഞ്ച് അവള് ക്യാൻവാസാക്കി മാറ്റി. ഒരുപാട് ഇഷ്ടങ്ങൾ പറഞ്ഞു തീരും മുമ്പേ മറഞ്ഞു. കണ്ട് കൊതി തീരും മുമ്പേ കണ്ണടച്ചുറങ്ങി എന്നേക്കുമായിട്ട്. എങ്ങനെയായിരുന്നു? അതോർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവൾ എപ്പോഴും ജീവിച്ചിരിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട ഹൗവയായിട്ട്.
ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ സുജയോട് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഹൗവയെ അന്വേഷിക്കുന്നുവെന്ന്. ആ അന്വേഷണം എൻ്റെ മനസ്സിലേക്ക് തന്നെയാണ്. അല്ലാതെ മറ്റൊരാൾക്ക് എൻ്റെ ജീവന്റെ ജീവനും മാംസത്തിന്റെ മാംസവും ആവാൻ കഴിയില്ല. മറ്റാരെയും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാനും കഴിയില്ല. ഇത്രയ്ക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ വിട്ട് ആ കുട്ടിയെ വിധി തട്ടിയെടുത്തില്ലേ? മനസ്സിൽ നിന്ന് അവള് പോയിട്ടില്ല. ഇനിയുള്ള കാലം ജീവിക്കാൻ അത് തന്നെ ധാരാളം. സുജയ്, നമ്മളെല്ലാവരും സങ്കടവണ്ടികളിലെ യാത്രക്കാരാ. സ്വകാര്യമായ ദുഃഖങ്ങൾ പേർന്ന ഭാരവണ്ടികളിലെ യാത്രക്കാരാ. എൻ്റെ ദുഃഖവും സുജയുടെ ദുഃഖവും നമ്മൾ സന്തോഷങ്ങളാക്കി മാറ്റി നിർത്താ ജീവിതം തുടങ്ങുന്നത്. പരസ്പരം ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ഈ ജീവിതം കൊണ്ടു നടക്കാം. നമ്മള് സമയരഥങ്ങളിലെ സഞ്ചാരികളാ. ചത്തങ്ങാനും പോവോ? പിന്നെ ഇവളല്ലേ തല്ലിക്കൊന്നാലും ചാവില്ല. എന്താച്ചാ ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ല മോളെ, ഒരു മൂഡ് ഓഫ്. എനിക്കും റൂബി ആന്റി ഇവിടെ ഇല്ലാത്തോണ്ടാ. ഇല്ലാത്തോണ്ട് മാത്രമല്ല, ഒറ്റയ്ക്കല്ലേ പോയിരിക്കുന്നേ, അതിന്റെ ഒരു വിഷമം. അച്ഛൻ ആന്റിയെ വൈകിട്ട് വിളിച്ചിരുന്നോ? ഇപ്പം കൊണ്ട് വിളിച്ചു നോക്കി, ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. അവളുടെ ഫോണാ. ആരാ വിളിക്കുന്നത്? പ്രകാശന പലതവണ വിളിച്ചു. എടുക്കട്ടെ? എടുക്കണ്ട, തേണ്ടി. പ്രിയപ്പെട്ട ആദം, ജീവിതം ഒരു നൂൽപാലത്തിലൂടെ മുന്നേറുന്ന യാത്രയാണ്. യാത്ര മരണത്തിലേക്കാണ്. ചിലർ യാത്ര മതിയാക്കി മരിക്കുന്നു, ചിലർ യാത്ര മതിയാവാതെ മരിക്കുന്നു. പ്രിയപ്പെട്ട ആദം ജോൺ, നിന്നോടുള്ള പ്രണയം അവസാനിപ്പിച്ചിട്ട് ഞാൻ മരിക്കില്ല. അവസാനിക്കാത്ത പ്രണയം ബാക്കി നിർത്തി മരിക്കും. അമ്മേ, അമ്മേ, മതിയോ? അമ്മയ്ക്ക് എന്താ ഇങ്ങനെ വയ്യായിക? കൈയൊക്കെ ഉയർത്തി സംസാരിച്ചോണ്ടിരുന്നതല്ലേ? എന്ത് പറ്റി എന്റെ അമ്മയ്ക്ക്? സ്വന്തം അമ്മയെ എനിക്ക് ഓർമ്മയില്ല. ഒരു വസന്തകാലത്ത് വന്ന് ഒരു ഗ്രീഷ്മകാലത്ത് മറഞ്ഞു എന്ന് അച്ഛൻ പറയും. അച്ഛൻ അത്രയ്ക്ക് സാഹിത്യവാസനയൊന്നും ഉണ്ടായിട്ടല്ല. അമ്മ ഒരുപാട് പുസ്തകങ്ങളുടെ ലോകത്തായിരുന്നു. അമ്മയാ വസന്തവും ഗ്രീഷ്മവും ഒക്കെ അച്ഛനെ പഠിപ്പിച്ചത്. ഇപ്പൊ ഞാൻ എന്റെ അമ്മയെ കാണുന്നു, ആ വാത്സല്യം അനുഭവിക്കുന്നു. ഇനി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ അമ്മയ്ക്കപ്പുറം മറ്റൊരാളുണ്ടാവില്ല. അത്രയ്ക്കിഷ്ട എനിക്ക് എന്റെ അമ്മേ. അമ്മേ, 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 കിടക്കണോ? കിടക്കണം, കിടക്കണം, കിടന്നു.